ഹലോ ഡിയർ മക്കളെ, വെൽക്കം ടു ബൈറസ് ലേണിംഗ് അക്കാഡമി. ഇറ്റ്സ് മീ അനന്തു. അപ്പോൾ മക്കളെ, ഈ ഇമോജിയിൽ കാണുന്ന അവസ്ഥയിലാണ് ഞാൻ, ഭയങ്കരമായൊരു സന്തോഷത്തിലാണ് ഞാൻ. കാരണം ഇന്നാണ് നമ്മുടെ +2 സേ ബാച്ച് സ്റ്റാർട്ട് ചെയ്തത്. +2 സേ എന്ന് പറയുമ്പോൾ മാത്സിൻ്റെ +2 സേ. അപ്പോൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ അഡ്മിഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, ഓരോ കുട്ടികളുടെയും മെസ്സേജുകൾ എന്നെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു. കാരണം കഴിഞ്ഞ വർഷം ജയിച്ചു പോയ കുട്ടികൾ ഉൾപ്പെടെ ഉള്ളവർ മെസ്സേജ് അയക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ജയിച്ചു പോയ കുട്ടികൾ സാറിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ജയിച്ചതെന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ കുട്ടികൾ മെസ്സേജ് അയക്കുന്നുണ്ട്. ഒരു അധ്യാപകൻ എന്ന രീതിയിൽ വളരെ സന്തോഷം തോന്നുന്ന നിമിഷങ്ങളാണ്. കാരണം നേരത്തെ എൻ്റെ വീഡിയോ കണ്ട് പഠിച്ച കുട്ടികളുടെ മെസ്സേജുകൾ എന്നെ വളരെയധികം സന്തോഷിപ്പിക്കുന്നുണ്ട്. അവരുമായിട്ടൊക്കെ കുറച്ച് ചാറ്റ് ചെയ്തപ്പോഴൊക്കെ ഭയങ്കര സന്തോഷം. അപ്പോൾ കുറേ കുട്ടികളുമായിട്ടൊന്ന് സംസാരിച്ചൊരു ദിവസമായിരുന്നു. കുറേ കുട്ടികൾ രാവിലെ തൊട്ട് തിരക്കിലാണ്. അഡ്മിഷൻ്റെ തിരക്ക് മാത്രമല്ല, കുട്ടികളുടെ ഓരോ ഡൗട്ടും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചും ചാറ്റ് ചെയ്തതിന്ന് മൊത്തം കുട്ടികളുടെ കൂടെയായിരുന്നു. അതുകൊണ്ട് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ്. പിന്നെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ ഇച്ചിരി താമസിച്ചു പോയി. വൈകുന്നേരമായി ബാച്ച് സ്റ്റാർട്ട് ചെയ്തപ്പം എല്ലാം കൊണ്ട് ആകപ്പാടെ തിരക്കായിപ്പോയി. അപ്പോൾ മക്കളെ, ഇനിയും നമ്മുടെ ബാച്ചിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അതിന് മുമ്പ് പറയാനുള്ളത്, ഞാൻ മാത്സ് ആണ് പഠിപ്പിക്കുന്നത്. ഞാനൊരു മാത്സ് അധ്യാപകനാണ്. അപ്പോൾ ഈ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുമ്പോൾ കമ്പ്യൂട്ടർ പഠിപ്പിക്കുമോ, ഫിസിക്സ് പഠിപ്പിക്കുമോ, കെമിസ്ട്രി പഠിപ്പിക്കുമോ എന്ന് ചോദിക്കില്ല. കാരണം എനിക്കറിയത്തില്ല. ഞാൻ മാത്സ് അധ്യാപകനാണ്, എനിക്ക് മാത്സ് പഠിപ്പിക്കാൻ അറിയാം. അപ്പോൾ അങ്ങനെ മെസ്സേജ് അയച്ച് ചോദിക്കരുത് മക്കളെ. കാരണം ഫിസിക്സും കെമിസ്ട്രിയൊക്കെ എടുക്കുമോ, ഇംഗ്ലീഷ് എങ്ങനെയെങ്കിലും പഠിപ്പിക്കാവോ സാർ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ പഠിപ്പിക്കുമ്പോഴുള്ള അവസ്ഥ നിങ്ങൾക്ക് തന്നെ അറിയാം. മാത്സ് പഠിപ്പിക്കാൻ നന്നായിട്ട്, പക്ഷേ ബാക്കി വിഷയങ്ങൾ പഠിപ്പിക്കാവോ എന്ന് എന്നോട് ചോദിക്കരുത് മക്കളെ. പിന്നെ ഫീസ് എത്രയാണെന്ന് ചോദിക്കുന്നുണ്ട് മക്കളെ. ഈ താഴത്ത് എവിടെയാണ്? അതെ, താഴത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. കണ്ട 1500 അതാണ് ഫീസ്. അപ്പോൾ ഈ താഴെ തന്നിരിക്കുന്നത് നിങ്ങൾ വീണ്ടും ചോദിച്ച് കഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. പിന്നെ ഫ്രീ ക്ലാസ്സുകൾ അവൈലബിൾ ആണെന്ന് ചോദിക്കുന്നുണ്ട്. യൂട്യൂബിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടാമെന്ന് പറയുന്നുണ്ട്. അതാണ് ഫ്രീ ക്ലാസ്സുകളായിട്ട് ഞാൻ കൊടുക്കുന്നത്. ആപ്പിൽ നമ്മുടെ ഈ ഒരു എമൗണ്ടിലായിരിക്കും ക്ലാസ് തരുന്നത്. ഇതൊക്കെ ഓൾറെഡി ഇവിടെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമെന്നാണ്. പക്ഷേ വീണ്ടും വന്ന് ചോദിക്കുന്നുണ്ട്. പോരാത്തതിന് മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും മെസ്സേജുകൾ തീർന്നിട്ടില്ല. ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബാച്ചിൽ സ്റ്റാർട്ട് ചെയ്ത കുട്ടികളുടെ ഡൗട്ട് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ബാക്കി മെസ്സേജുകൾ വരുമ്പം അപ്പോൾ റിപ്ലൈ ചെയ്യാൻ ഇച്ചിരി താമസിക്കും മക്കളെ. അതുകൊണ്ടാണ് താമസിക്കുന്നത്. ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, വരുന്ന മെസ്സേജുകൾ അപ്പോൾ അതിന് റിപ്ലൈ കൊടുത്തു പോവാണ്. വരുന്ന മെസ്സേജിന് അപ്പോൾ റിപ്ലൈ കൊടുത്തു. കാരണം നേരത്തെ വന്ന മെസ്സേജുകളൊക്കെ ഇങ്ങനെ കിടക്കുവാണ്. അതിനൊക്കെ ഇനി രാത്രിയൊക്കെ ഇരുന്ന് റിപ്ലൈ കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ വരുന്ന മെസ്സേജിന് റിപ്ലൈ കൊടുത്ത് അങ്ങ് പോവുകയാണ്. കാരണം ഇത് ഞാൻ ഇടയ്ക്കൊന്ന് നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ആ സമയത്ത് മെസ്സേജ് നോക്കാൻ ഇച്ചിരി വൈകിപ്പോയി. അപ്പം ഇങ്ങനെ കുന്നും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാച്ചിൽ സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ മക്കളെ, ഉടൻ തന്നെ താഴത്ത് കാണുന്ന ഈ നമ്പറില്ലേ, 8118445556 അതിൽ മെസ്സേജ് ചെയ്യുക, ഹായ്. അല്ലെങ്കിൽ താഴെ ഒരു ലിങ്ക് തന്നിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് എൻ്റെ വാട്സപ്പിലേക്കാണ് മെസ്സേജ് വരുന്നത്. അതിലേക്ക് ഒരു ഹായ് ഇട്ടാൽ മതി. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡൗട്ടെല്ലാം ക്ലിയർ ആയല്ലോ. ഞാൻ മാത്സ് ആണ് പഠിപ്പിക്കുന്നത്, വേറൊരു സബ്ജക്റ്റും പഠിപ്പിക്കുന്നില്ല. മാത്സിൻ്റെ മാത്രം സേ ക്ലാസ്സാണ് നൽകുന്നത്. പിന്നെ ക്ലാസ്സിൽ ജയിക്കുമോ സാർ, ജയിപ്പിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് ജയിക്കത്തില്ല. ജോയിൻ ചെയ്തിട്ട് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിച്ചാലേ ജയിക്കത്തുള്ളൂ. അത് ഞാൻ പ്രത്യേകം എടുത്ത് പറയണ്ടല്ലോ. അല്ലാതെ ഞാൻ ജോയിൻ ചെയ്തു ജയിക്കാൻ പറ്റുന്നില്ലെന്നൊക്കെ പറഞ്ഞ്. കാരണം വേറെ ബാച്ചുകളിൽ ജോയിൻ ചെയ്ത കുട്ടികൾ വന്ന് മെസ്സേജ് അയക്കുന്നുണ്ട്, സാറേ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, കാരണം മറ്റേ ഇൻ്റഗ്രേഷനും മറ്റേതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, എനിക്കതൊന്നും ആവശ്യമില്ല, അപ്പോൾ അങ്ങനെയാണ് സാറും പഠിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കമ്പാരിസൺ ചോദിക്കുന്നുണ്ട്. മക്കളെ, ഓരോ അധ്യാപകർക്കനുസരിച്ചിരിക്കും പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവരെ പോലെ പഠിപ്പിക്കുമോ അതോ അതിനേക്കാളും നേരം പഠിപ്പിക്കുമോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. അതൊക്കെ ഓരോ അധ്യാപകർക്കനുസരിച്ചിരിക്കും. പക്ഷേ എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂട്യൂബിൽ ഇപ്പോൾ കുറച്ച് നാളായിട്ടുള്ള ഇടാൻ തുടങ്ങിയിട്ട് യൂട്യൂബിൽ നോക്കിയാൽ കാണാം. ആ ക്ലാസ്സുകൾ കണ്ടിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യണോ വേണ്ടേ നിങ്ങൾക്ക് തീരുമാനിക്കാം. ആരെയും നിർബന്ധിക്കുന്നില്ലേ. ഓക്കെ, അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന മക്കളെ സ്റ്റെപ്പായിട്ട് പഠിപ്പിച്ച് സെറ്റാക്കി നിങ്ങളെ ജയിപ്പിക്കും. അതെൻ്റെ ഉറപ്പാണ്. ജയിപ്പിക്കും. പഠിക്കേണ്ട രീതികളെ ഞാൻ പറഞ്ഞു തരും. നിങ്ങൾ ജയിക്കും. 1 മാസം കൊണ്ട് നിങ്ങൾ ഷുവറായിട്ട് ജയിക്കും. പഠിക്കുന്ന രീതിയും എത്ര സമയം പഠിക്കണമെന്നെല്ലാം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയാണ് ഞാൻ കൊടുക്കുന്നത് മക്കൾക്ക്. അപ്പോൾ
ജോയിൻ ചെയ്യേണ്ട കുട്ടികൾ എത്രയും വേഗം. ഇനിയിപ്പം +2 ജയിച്ച കുട്ടികളാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളുടെ തോറ്റുപോയ കുട്ടികൾക്ക് ഇത് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവരെ ഞാൻ ജയിപ്പിച്ചോളാം. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് ജോയിൻ ചെയ്തോ. നമ്മുടെ ക്ലാസ്സുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ കൂടുന്തോറും എനിക്ക് സന്തോഷമാണ്. കാരണം ഇത്രയും കുട്ടികളെ പഠിപ്പിക്കുക. ഇപ്പോൾ ഏകദേശം 12 ജില്ലയിലെ കുട്ടികളോളം ജോയിൻ ചെയ്തു. അത് വളരെ സന്തോഷം. പല സ്ഥലത്തുള്ള കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഭയങ്കരമാണ്. പിന്നെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഓഫ്ലൈൻ ക്ലാസ്സുകൾ മക്കളെ ഇപ്പം തൽക്കാലം എടുക്കുന്നില്ല. കാരണം എല്ലാം കൂടെ നോക്കാൻ പാടായിരിക്കും. പിന്നെ എൻ്റെ സ്ഥലം ആലപ്പുഴയാണ്. അപ്പം ഇവിടെ ഓഫ്ലൈൻ ക്ലാസ് എടുക്കാമെന്ന് വിചാരിച്ചത്, പക്ഷേ ഇപ്പോൾ ടൈം ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഓഫ്ലൈൻ ക്ലാസ് എടുക്കുന്നില്ല എന്നുള്ളതാണ് ഉത്തരം. പിന്നെ നിങ്ങൾ ജയിക്കാനുള്ളത് പറഞ്ഞു തരുമോ, 18 മാർക്കിനുള്ള പറഞ്ഞു തരുമോ എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ കുട്ടികൾ മെസ്സേജ് അയക്കുന്നുണ്ട് മക്കളെ. അത് ഞാൻ യൂട്യൂബിൽ ആ പരീക്ഷയോട് അടുക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് കൂടുതൽ വീഡിയോ ചെയ്യാം. ഇപ്പോൾ കൂടുതലും ഞാൻ ബാച്ചിലെ കുട്ടികളെ ആണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അവർക്ക് വേണ്ട രീതിയിലുള്ള വീഡിയോസ് ഇങ്ങനെ ചെയ്ത് ഏറ്റവും ട്രിക്കും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ നിങ്ങളെ കൈവിടുന്നില്ലെന്നല്ല, നിങ്ങളെയും ഞാൻ ജയിപ്പിക്കാനുള്ള ശ്രമം നോക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ടിപ്സൊക്കെ ആയിട്ട് ഞാൻ വരാം. കൂടുതൽ വീഡിയോയും നമ്മുടെ ആപ്പ് വഴിയായിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക. പറ്റുന്ന പോലെ വീഡിയോസ് ചെയ്ത് ഞാൻ ഇതിൻ്റെ അകത്ത് ഇടാം. ഞാനിപ്പോൾ ഈ വീഡിയോയുടെ വന്നത് ഈ ഡൗട്ടൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി കേട്ടോ. അപ്പോൾ ഞാൻ മാത്സ് ആണ് പഠിപ്പിക്കുന്നതെന്നൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയും കൂടിയാണ് വന്നത്. അപ്പോൾ ജോയിൻ ചെയ്യുന്ന കുട്ടികൾ ഉടനെ ജോയിൻ ചെയ്യുക. ഇനി ഇവിടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്ത് നന്നായിട്ട് പഠിച്ച് ഇത്തവണ കൊണ്ട് ജയിക്കുക. അടുത്ത വർഷം തൊട്ട് എന്തൊക്കെ മാറ്റം വരാൻ പോകുന്ന ഒരു പിടിയില്ല. കാരണം കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റുന്ന ലാസ്റ്റ് ബാച്ച് വേണമെങ്കിൽ ഇതാകാം. അടുത്ത വർഷം തൊട്ട് കാൽക്കുലേറ്റർ വേണം എടുത്ത് കളയാം. അപ്പോൾ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കാൻ പോകും അടുത്ത വർഷം തൊട്ട്. സോ ഇപ്പോൾ ക്ലർക്ക് ടേബിൾ എന്ന് പറഞ്ഞ ടേബിൾ പണ്ട് പരീക്ഷയ്ക്ക് കൊണ്ടുപോകുമായിരുന്നു. ഇപ്പോൾ ക്ലർക്ക് ടേബിൾ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ അതേപോലെ മാറ്റങ്ങൾ വരും. അതുകൊണ്ട് ഈ വർഷം തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ജയിക്കുക. കാൽക്കുലേറ്റർ ഇല്ലെങ്കിൽ തന്നെ മാത്സ് പകുതി പോയി എന്ന് വിചാരിക്കുന്നവരാണ് പകുതിയിലേറെ പിള്ളേർ. CBSEക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അത് നിങ്ങൾക്കറിയാം. അപ്പോൾ അതേപോലെ സ്റ്റേറ്റിൽ ഉടൻ തന്നെ കാൽക്കുലേറ്റർ എടുത്ത് മാറ്റാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇപ്രാവശ്യം എന്തായാലും കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം പരീക്ഷ എഴുതാൻ. ഇത്തവണ ജയിച്ചിട്ടേ ഞാൻ പോകത്തുള്ളൂ എന്നുള്ള മട്ടി വേണം പഠിക്കാൻ. എന്ത് സംഭവിച്ചാലും ഞാൻ ജയിക്കും. 1 മാസമല്ലേ ഉള്ളൂ, എങ്ങനെയെങ്കിലും കഷ്ടപ്പെടാം. ടൂറിന് മണ്ണിൽ എവിടെ ഞാൻ മണ്ണില്ല. ഞാൻ എന്തായാലും 1 മാസം എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ജയിച്ചിട്ടേ വരത്തുള്ളൂ എന്നുള്ള മട്ടിൽ ഇതങ്ങ് പഠിക്കും. 30 ദിവസം മക്കളെ, 30 ദിവസം കലണ്ടറിൽ ഒന്ന് വെട്ടി നോക്കിയോ. അത്രയും ദിവസം മെനക്കെട്ടിരുന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പഠിച്ച് ജയിക്കടാ. പിന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ള സമയം സമാനത്തോടെ നടക്കാം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, റിസൾട്ട് വരുന്ന എപ്പോഴാണൊക്കെ ചോദിക്കുന്നുണ്ട് മക്കളെ. ജൂലൈ തന്നെ റിസൾട്ട് വരും. 1 മാസത്തിനുള്ളിൽ തന്നെ റിസൾട്ട് വരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ജോയിൻ ചെയ്യാമെങ്കിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് തന്നെ റിസൾട്ട് വരും, പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ജയിക്കുമോ ഇല്ല എന്നുള്ള കാര്യം പെട്ടെന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ എത്രയും പെട്ടെന്ന് പഠിച്ച് ജയിക്കുക, അതെനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. അപ്പോൾ വീണ്ടും ഒന്നുകൂടെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഓൾ ദി ബെസ്റ്റ്.